എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ഒരു ബേ ലീഫാണ് ചേർക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഒരു സവാളയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് സ്ലൈസ് ചെയ്തെടുത്ത ശേഷം ഒന്നുകൂടി കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ചേർക്കാനുള്ളത്. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് തന്നെ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. കൂടുതലും മൊരിയിച്ച് ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. ഈ പൊടികൾ ചേർത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. പച്ചരിയോ ബാസ്മതി റൈസോ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഉപ്പിട്ട് വേവിച്ച പച്ചരിയാണ് ചേർക്കുന്നത്. 2 കപ്പ് വേവിച്ച ചോറാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ റൈസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ച് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചൂടോടുകൂടി ഇതുപോലെയുള്ള ഇൻസ്റ്റൻറ്റ് റൈസ് റെസിപ്പികളിലൊന്നും ചോറ് ചേർക്കരുത്. നന്നായിട്ട് ചോറ് തണുത്ത ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ചോറ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ റൈസിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കരുത്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡിയാകും. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ നല്ല മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ ഒക്കെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഒരു പൊട്ടറ്റോ റൈസൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. നല്ലൊരു റൈത്ത കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയൂണ് അടിപൊളിയാക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്